ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള ഓൾമോസ്റ്റ് ഫസ്റ്റ് എന്ന് വെച്ചാൽ പേജ് നമ്പർ 11-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 8th ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഫിസിക്സ് റിലേറ്റഡ് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ സിമ്പിളാണ്, നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: an object start with a speed of u meter per second. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് u meter per second ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഇഫ് ദ സ്പീഡ് ഇൻക്രീസ് അറ്റ് എ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവറി സെക്കൻഡ്, എല്ലാ സെക്കൻഡിലും എ മീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ആക്സിലറേഷൻ സംഭവിക്കുകയാണ്. ഇങ്ങനെ കൂടി എ മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദ സ്പീഡ് അറ്റ് ടി സെക്കൻഡ് ഈസ് u പ്ലസ് എ ടി. അപ്പം ടി സെക്കൻഡിൽ നമ്മുടെ ഫോർമുല എന്താണ്? u പ്ലസ് എ ടി ആണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ദ സ്പീഡ് അറ്റ് 1 സെക്കൻഡ് എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ആൻഡ് അറ്റ് 5 സെക്കൻഡ് ഇറ്റ് ഈസ് 30 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ് ആൻഡ് പിന്നെന്തുവാ വാട്ട് വാസ് ദ സ്റ്റാർട്ടിങ് സ്പീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റേറ്റും കണ്ടുപിടിക്കണം, സ്റ്റാർട്ടിങ് സ്പീഡ് കണ്ടുപിടിക്കണം. സ്റ്റാർട്ടിങ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റനിൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് യു ആണ്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റനിൽ എല്ലാ വേരിയബിൾസും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ക്വസ്റ്റനിലൊക്കെ എങ്ങനെയാണ് നമ്മളിങ്ങനെ എഴുതും, ലെറ്റ് സംതിങ് ബി എക്സ് അല്ലേ, അല്ലെങ്കിൽ ലെറ്റ് സംതിങ് ബി വൈ എന്നൊക്കെ പറഞ്ഞ് എഴുതുമെങ്കിൽ, പക്ഷേ ഇവിടെ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എന്തൊക്കെ എടുക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നോക്കിയേ, ഞാനിങ്ങനെ എഴുതുക, ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന സാധനമാണ് ലെറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ? ഇനിഷ്യൽ സ്പീഡ് കണ്ടുപിടിക്കണം, സ്റ്റാർട്ടിങ് സ്പീഡ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇൻക്രീസിങ് സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ് ലെറ്റ് ഇനിഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ സ്പീഡ് എത്രയാണ്? യു ആണ്, തന്നിട്ടുണ്ടല്ലോ. ബി യു മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുവാ? യുവിലാടാ. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോവാണ്. ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് യു മീറ്റർ പെർ സെക്കൻഡിലാണ്. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ആൻഡ് നമുക്ക് അടുത്ത് എഴുതാം ഇൻക്രീസിങ് സ്പീഡ് അല്ലേ. നമുക്ക് ക്വസ്റ്റനിൽ ഏറ്റവും അവസാനം രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, ഇൻക്രീസിങ് സ്പീഡ് ആൻഡ് സ്റ്റാർട്ടിങ് സ്പീഡ്. സോ ഇൻക്രീസിങ് സ്പീഡ് എന്തായിട്ട് എടുക്കാം? ബി എ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, എ യു മനസ്സിലായല്ലോ അല്ലേ? നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയും കൂടെ എടുക്കണം കേട്ടോ. ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൂട്ടത്തിൽ ചെയ്യണേ പിള്ളേരെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ എഴുതിയെടുത്തു. ഇനി നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം സാധാരണ എഴുതുന്ന പോലെ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്ന വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഇവിടെ പറയുവാണ് ടി സെക്കൻഡിലാണെങ്കിൽ, ഇവിടെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇപ്പം ടി സെക്കൻഡാണ്, ഞാനിങ്ങനെ എഴുതുവാണ് ഇഫ് ടൈം എന്ന് പറയുന്നത്, ഓക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിക്കും, ഇഫ് ടൈം എന്ന് പറയുന്നത് ടി സെക്കൻഡിലാണെങ്കിൽ, ഓക്കെ നമുക്കിങ്ങനെ എഴുതാം ഇഫ് ടൈം ഈസ് ടി സെക്കൻഡ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ക്വസ്റ്റനിൽ പറഞ്ഞേക്കുവാണ് ടൈം എന്ന് പറയുന്നത് ടി സെക്കൻഡ് ആണെങ്കിൽ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് യു പ്ലസ് എ ടി ആണ്. ഓക്കെ, അത് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ബാർ ഇട്ടിട്ട് അടുത്ത് എഴുതുവാണ്. അപ്പോൾ ഇഫ് ടൈം സെയിം തന്നെ, ഇഫ് ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡിലാണെങ്കിൽ ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ? സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്പീഡെന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡിനകത്തുനിന്ന് ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താലോ. സ്പീഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോമിൽ എന്തുമായിരുന്നു? യു പ്ലസ് എ ടി അല്ലേ. സ്പീഡിന് നമുക്ക് യു പ്ലസ് എ ടി എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ അതിന് പകരമായിട്ട് ഞാൻ എന്ത് എഴുതാൻ പോവാ? സ്പീഡിന് പകരമായിട്ട് ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ് യു പ്ലസ് എ ടി. സോ യു പ്ലസ് എ ടി അല്ലേ, ടി എന്ന് വെച്ചാൽ 1 ആണ് ഇവിടെ. അതെന്ന് പറയുന്നത് യു പ്ലസ് എ ടി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ യു പ്ലസ് എ ഇൻറ്റു 1 എന്ന് വെച്ചാൽ എ തന്നെയാണ്. അപ്പോൾ യു പ്ലസ് എ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ് എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, സോ ദാറ്റ് ഐ വിൽ കൺസിഡർ ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത് എന്തുവാ? ഇഫ് ടൈം, ഓക്കെ, ഇഫ് ടൈം വാസ് എത്രയാ? 5 സെക്കൻഡ്. ഓക്കെ, ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാടാ?
തേർട്ടീൻ മീറ്റർ പെർ സെക്കൻഡാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാനിങ്ങനെ എഴുതി വെക്കുവാണ്. ക്വസ്റ്റനിൽ പറഞ്ഞേക്കുമായിരുന്നു ഇഫ് ടൈം എന്ന് പറയുന്നത് ടി ആണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് u+at. ഇഫ് ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഫോമുല, നേരത്തെ ഫോമുല എടുത്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അവിടെ ടി മാറ്റി 1 ഇട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടി മാറ്റി 5 ഇട്ട് കൊടുക്കാം. സോ u + a × 5 = 13. അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്താലോ. u + a × 5 എന്ന് വെച്ചാൽ 5a = 13. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ക്വസ്റ്റ്യൻ അത്യാവശ്യം സിമ്പിളാണ് അല്ലേ, നമ്മൾ ഡയറക്റ്റായിട്ട് നിരത്തി എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാഠത്തിൽ നമ്മൾ 2 മെത്തേഡ്സ് പഠിക്കുന്നുണ്ട് സോൾവ് ചെയ്യാനായിട്ട്. ഇവിടെ 2 ഇത് വന്നിട്ടുണ്ടല്ലോ, u, a എന്ന് പറഞ്ഞ് 2 വേരിയബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 വേരിയബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന 2 മെത്തേഡ്സാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും വേറെ ഒന്ന് എലിമിനേഷൻ മെത്തേഡും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കണ്ടോ, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഞാനൊരു പുതിയ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാം. ഈ സംഭവം ഞാൻ ജസ്റ്റ് യുടെ വാല്യൂ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പോവാം. സോ നമുക്കിങ്ങനെ എഴുതാം, u = ഈ എനെ, ഈ പ്ലസ് എനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എന്താവും, -a ആവത്തില്ലേ. സോ 5 - a എന്നെനിക്ക് എഴുതാമല്ലോ അല്ല, യുടെ വാല്യൂ 5 - a ആണെന്ന് എനിക്ക് എഴുതാം. അതിനെ ഞാൻ ഇക്വേഷൻ 3 ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് അപ്പോൾ യുവിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. ഈ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 2ലേക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ്, സബ്സ്റ്റിറ്റ്യൂട്ടിങ് SUB u, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം, u ഇൻ ഇക്വേഷൻ 2. u നമ്മൾ ഇക്വേഷൻ 2ലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, യുവിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഈ സംഭവം എഴുതാം. അപ്പോൾ യുവിന് പകരം ഞാൻ ഇക്വേഷൻ 2 എടുത്തിട്ട് യുവിന് പകരം ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. യുവിന് പകരം ഞാൻ 5 - a + 5a = 13 എന്ന് എഴുതി. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ, ഇത് രണ്ടും കൂടെ അങ്ങ് സോൾവ് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 5, ഇത് എയുടെ ഇവിടെ 1 ആണ്. ഇപ്പോൾ -1ഉം +5ഉം നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 4a എന്ന് കിട്ടും അല്ലേ. അപ്പോൾ +4a = 13 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ ഈ 5 +5 ഇപ്പുറത്തേക്ക് വരാത്ത -5 ആകും. സോ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്, 4a = 13 - 5. ഇപ്പോൾ 4a വാല്യൂ എത്രയാണ്, 13 - 5 എത്രയാടാ, നമുക്ക് 8 കിട്ടും. സോ a = 8/4. എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 8/4 എന്ന് വെച്ചാൽ നമുക്ക് 2 കിട്ടും. എയുടെ വാല്യൂ 2 കിട്ടി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് a ഇൻ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1ൽ എയുടെ വാല്യൂ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഏത് ഇക്വേഷനിൽ നിങ്ങൾക്ക് എയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം, സെയിം ആൻസർ കിട്ടും. സോ ഞാൻ ഇക്വേഷൻ 1ലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇക്വേഷൻ 1 എന്തായിരുന്നു, u + 8a ഉള്ളായിരുന്നു അല്ലേ. u + a = 5 ആയിരുന്നു. അപ്പോൾ എയുടെ അവിടേക്ക് ഞാൻ 2 ഇട്ട് കൊടുക്കുകയാണ്. സോ u + 2 = 5. ദാറ്റ് ഈസ് u = 5 - 2. അപ്പം u = 3 എന്ന് കിട്ടും. അപ്പോൾ യുടെ വാല്യൂ എനിക്ക് കിട്ടി 3, എയുടെ വാല്യൂ എനിക്ക് 2 കിട്ടി. ഓക്കെ, സോ മീറ്റർ പെർ സെക്കൻഡ് എന്ന് രണ്ടിനും ഇട്ട് കൊടുക്കുക. ഇത്ര ഉള്ളൂ നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യമേ നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അതേപോലെ തന്നെ എഴുതി വെച്ചു അല്ലേ. യുവും എയും നമ്മൾ ലെറ്റ് ചെയ്ത് അങ്ങനെ എഴുതി വെച്ചു. പിന്നെ ക്വസ്റ്റനിൽ പറഞ്ഞേക്കെന്ന് വെച്ചിട്ട് ആ ക്വസ്റ്റനിൽ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു ടൈം ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ u + at, ടൈം 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് 1ന് പകരം ടൈമിന് പകരം 1 ഇട്ട് കൊടുത്തു. ഇവിടെ ടൈമിന് 5 ഇട്ട് കൊടുത്തു. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ യുവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റേ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ 2 ഇക്വേഷൻ വെച്ച് കളിക്കണം കേട്ടോ. 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് മറ്റേ ഇക്വേഷനിൽ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ ലൈക്ക് യു വിൽ ഗെറ്റ് ആൻസർ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ 2 കിട്ടി, യു എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്. അപ്പോൾ എത്ര വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്, ഒരു വണ്ടി ആ സാധനം ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. പിന്നെ അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. എത്ര, എല്ലാ സെക്കൻഡിലും 2 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സെക്കൻഡിൽ 2 ആയി, അടുത്ത സെക്കൻഡിൽ 2 ആയി, അങ്ങനെ 2 വെച്ച് ഇൻക്രീസ് ചെയ്ത് അങ്ങ് പോകാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ ഈ ക്വസ്റ്റ്യൻ സിമ്പിളാകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഓക്കെ,
ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫേസ് കഴിഞ്ഞിരിക്കുവാണ്. നമുക്കിനി അടുത്ത പേജ് നമ്പേഴ്സിലേക്കൊക്കെ പോകാം. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.